വളരെ ക്വിക്കായിട്ട് ഒരു ഇൻസിഡൻറ്റ് ഷെയർ ചെയ്യട്ടെ. ലാസ്റ്റ് സാറ്റർഡേ അപ്പോൾ രാത്രിയിൽ ഞാനും എൻ്റെ ഫാദറും ഒരിടത്ത് പോയിട്ട് തിരിച്ചു വരുമായിരുന്നു. ഞങ്ങൾ സ്ഥിരം വരുന്നൊരു വഴിയാണ്. അപ്പോൾ ഞങ്ങൾ ഒരു പട്ടി അവിടെ നിൽക്കുന്നതായിട്ട് കണ്ടു. ലാബായിരുന്നു. അപ്പോൾ കണ്ടതൊക്കെ വെച്ചിട്ട് ആരോ വളർത്തിയ ഒരു പട്ടിക്കുട്ടിയാണത്. അതുപോലെ തന്നെ അതിൻ്റെ കാണുമ്പോഴേ മനസ്സിലായി, രാത്രി ആണെങ്കിലും കാണുമ്പോഴേ മനസ്സിലായി അതിൻ്റെ രോമമൊക്കെ പോയ അവസ്ഥ. അപ്പോൾ എന്തോ രോഗമുള്ളൊരു പട്ടിയാണ്. ചുരുക്കത്തിൽ ഞങ്ങളൊന്ന് അസ്യൂം ചെയ്തു. ഈ നിമിഷം വരെ അതേ ഒരു അസംഷനിലാണ്. അതായത് വളർത്തിയ പട്ടി അസുഖമായപ്പോൾ ഉപേക്ഷിച്ചിട്ട് പോകുന്നു. അത്രേ ഉള്ളൂ. അപ്പോൾ വീണ്ടും അടുത്ത ദിവസം സൺഡേ ആണ്. ആ വഴി കൂടെയാണ് ഞങ്ങൾ ചർച്ചിൽ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ കണ്ടു. ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമാണ് ഇതൊക്കെ ഇങ്ങനെ കാണുന്നത്. ഇനിയിപ്പോൾ സങ്കടം തോന്നി. ഞങ്ങളുടെ വീട്ടിലിപ്പോൾ 4 പട്ടികളായി. ഇങ്ങനെ സങ്കടം തോന്നി. വഴിയരികിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പട്ടികളെല്ലാം ഇപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം എടുത്ത പട്ടി വഴിയരികിൽ നിന്ന് കിട്ടിയതാണ്. രണ്ടാമത്തെ പട്ടി അങ്ങനെയാണ്. പിന്നെ അവരുടെ മക്കളായി. അങ്ങനെ 4 പട്ടിയോളം ഇവിടെ ഉണ്ട്. അങ്ങനെ ഇരിക്കെ ഇതിനെയും കൂടെ കണ്ടപ്പോൾ നമുക്ക് ഒത്തിരി സങ്കടം. നമുക്ക് ഇനിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വീട്ടിലോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. ഓൾറെഡി പട്ടികളുണ്ട്, ഇത്രയും പേരുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ ഫാമാണ്. അപ്പോൾ അസുഖം ഉണ്ട് എന്നുള്ളത് ഒരു അണ്ടർലൈൻ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. കാരണം നിങ്ങൾക്കെല്ലാം അസുഖം പടർന്നാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ കൂടി ആരുമില്ല. നിസ്സഹായരായിട്ടുള്ളവരാണ് നമ്മൾ. എൻ്റെ ഫാദർ രാവിലെ തന്നെ അതിന് ഭക്ഷണം കൊടുത്തു. ഉച്ചയ്ക്ക് ഞങ്ങൾ വീണ്ടും ഭക്ഷണം കൊടുത്തു. പിന്നെ വൈകുന്നേരവും ഞങ്ങൾ ഭക്ഷണം കൊടുത്തു. അതിൻ്റെ ക്ലിപ്പ് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയതൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം. കാര്യം ഇത്രേ ഉള്ളൂ. അതായത് ഇപ്പോൾ അതിനെ കാണുന്നില്ല. ഞങ്ങൾ 3ാമത്തെ ദിവസം അതിനെ തപ്പി ചെന്നപ്പോഴത്തേക്കിന് അതിനവിടെ കാണുന്നില്ല. അത് എവിടെയോ പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ദിവസം വരെ അപ്പയുടെ വണ്ടിയുടെ ശബ്ദം കേട്ടിട്ട് അത് വരുമായിരുന്നു, ഫുഡാണെന്ന് മനസ്സിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓർത്തത് അവിടെ ഉണ്ടാവും എന്നുള്ള രീതിയില്ല. പിന്നീട് നടന്ന് പോയി എന്നാണ്, അങ്ങ് ഓടി പോകുന്നതായിട്ട് കണ്ടെന്നാണ് ചോദിച്ചവരോടൊക്കെ പറയുന്നത്. അതൊരു കാര്യം ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ആ പട്ടിക്കുട്ടി വളരെ വളരെ ദയനീയമായിട്ട് എനിക്ക് തോന്നി. വീട്ടിൽ കിടക്കുന്ന പോലെ റോഡിന്റെ നടുവേൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ കിടക്കുക. അതൊരു ലാബാന്ന് കൂടി ഓർക്കണം. നമ്മുടെ നാടൻ പട്ടിക്കുട്ടികൾക്കാണെങ്കിൽ സർവൈവൽ സ്കിൽസ് ഉണ്ട് അതുങ്ങൾക്ക്. എവിടെ ഇട്ടാലും അതുങ്ങൾ വളർന്നോളും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ലാബൊക്കെ അങ്ങനെ വളരുമെന്നൊക്കെ, എവിടെ ഇട്ടാലും അതുങ്ങൾ വളരുമെന്നൊന്നും. അപ്പോൾ അതുപോലത്തെ ഒരു പട്ടി അങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് ഏറെ വിഷമം വരും. നമ്മളൊരു പട്ടിയെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലൈഫിലെ എന്ത് ചെയ്യുന്ന പോയിന്റ് വരെ അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. കാരണം ഇങ്ങനെ ചിന്തിച്ചാൽ മതി. അതായത് നമുക്കൊരു കുഞ്ഞുണ്ടാകുന്നു, അതിനൊരു അസുഖം വന്നെന്ന് പറഞ്ഞു പറഞ്ഞാൽ അതിനെ വഴിയരികിലോ അല്ലെ എവിടെയും കൊണ്ട് ഉപേക്ഷിക്കുന്നൊന്നും ഇല്ല. അതുപോലെ തന്നെയാണ് ഈ ഒരു പട്ടിയുടെ കാര്യം ഓർക്കുക. കാരണം ലോകത്ത് ജനിച്ചു എന്നുള്ള കുറ്റം മാത്രമേ അത് ചെയ്തിട്ടുള്ളൂ. ഇത്രയ്ക്ക് ആരാണെങ്കിലും നമ്മുടെ അസംഷൻ അതാരോ ഉപേക്ഷിച്ചതാണ്. അപ്പോൾ അങ്ങനെ ആരാണോ ചെയ്തെങ്കിലും അതിന് പല റീസൺസ് കാണാം. കുട്ടികൾക്ക് പനി വരും, ഈ പട്ടിക്കുട്ടിക്ക് അസുഖമുള്ളത് കാരണം, വീട്ടിൽ വയ്യാത്തവരുണ്ട്, അവർക്ക് എന്തോ റീസൺ ആണെങ്കിലും അത് ഒരു റീസൺ അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനെ വാങ്ങിക്കുമ്പോൾ ഇതെല്ലാം ഓർക്കണമായിരുന്നു. അല്ലെങ്കിൽ അതിനെ ഇനി വേണ്ട എന്ന് വെക്കുമ്പോൾ അതിന് പറ്റുന്ന ഒരു സൊല്യൂഷനും കൂടെ അത് കൊടുക്കണമായിരുന്നു. അതിനൊരു നീതി വേണ്ടേ? അതൊരു ജീവനാണ്. മനുഷ്യജീവന് മാത്രമല്ല വില ഉള്ളത്, ജീവനുള്ള എന്തിനും വിലയുണ്ട്. അതിനൊരു വിഷമവും കാര്യങ്ങളും ഉണ്ട്. അതിനും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുന്നവരായി വളരെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരെണ്ണം കൂടിൻ്റെ ഇടയിലെങ്ങനെ ഉണ്ടറി? ഇല്ല, മാറ്റിയിട്ട് കൊടുത്തു.